നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 3 മാസങ്ങൾക്കിടെ മലയാളത്തിൽ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ചിത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിരൂപക പ്രശംസയും അതേസമയം ബോക്സ് ഓഫീസ് പവർ കൊണ്ടും മലയാള സിനിമ അതിശയിപ്പിക്കുകയാണ്. ബ്രഹ്മയുഗം, പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തു, മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം തുടങ്ങി കോടി ക്ലബിൽ അക്കൗണ്ട് തുറന്നത് നിരവധി സിനിമകളാണ്. വിഷു, പെരുന്നാൾ സീസണിലും പ്രതീക്ഷകൾ ഏറെയുള്ള ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്ന് വരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ആവേശം, ജയ് ഗണേഷ്, മാരിവില്ലിൻ ഗോപുരങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾ വിഷു പെരുന്നാൾ ചിത്രങ്ങളായി തിയേറ്ററിലെത്തി. മലയാളത്തിന്റെ കാര്യം ഇത്തരത്തിലാണെങ്കിലും തമിഴ് സിനിമയുടെ കാര്യം അത്ര സന്തോഷകരമല്ല. 2024 ഇറങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ ഒന്നിനു പോലും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാനായിട്ടില്ല. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു തുടങ്ങിയ മലയാള ചിത്രങ്ങളാണ് തമിഴ്നാട്ടിൽ തിയേറ്റർ ഉടമകളെ ഇക്കാലത്ത് പിടിച്ചു നിർത്തിയത്. 3 മാസത്തിനിടെ 68 സിനിമകളാണ് ഇതിനോടകം തമിഴിൽ റിലീസ് ചെയ്തത്. എന്നാൽ ഇതിൽ ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലർ മാത്രമാണ് 100 കോടി ക്ലബിൽ ഇടം പിടിക്കാനായത്. സാധാരണ നിലയിൽ പൊങ്കാലിന് എത്താറുണ്ടായിരുന്ന സൂപ്പർ താര ചിത്രങ്ങളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. പൊങ്കൽ സമയത്തെത്തിയ രജനീകാന്ത് അതിഥി താരമായി എത്തിയ ലാൽ സലാം എന്ന ചിത്രത്തിന് പോലും തമിഴ് ബോക്സ് ഓഫീസിനെ ഉയർത്താനായില്ല. ക്യാപ്റ്റൻ മില്ലർ 104.79 കോടി രൂപയാണ് നേടിയത്. ശിവകാർത്തികേയൻ നായകനായ ഐലാൻഡ് 98 കോടി രൂപ. രജനി അതിഥി വേഷത്തിലെത്തിയ ലാൽ സലാം 36.1 കോടി രൂപ. വിജയ് സേതുപതി നായകനായ മേരി ക്രിസ്മസ് 26.02 കോടി രൂപ. അരുൺ വിജയ് നായകനായ ചാപ്റ്റർ 1 23 കോടി രൂപ എന്നിവയാണ് തമിഴ് സിനിമയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ. കമൽഹാസൻ നായകനായ ഇന്ത്യൻ 2വിലാണ് നിലവിൽ തമിഴ് സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ചിത്രം പക്ഷേ ജൂൺ മാസത്തിൽ മാത്രമാണ് റിലീസ് ചെയ്യുക. ഇതിനു പുറമെ സൂര്യനായകനായ കങ്കുവ, വിക്രമിന്റെ തങ്കലാൻ, ധ്രുവനചിത്തിരം എന്നിവയും പ്രതീക്ഷകൾ ഉയർത്തുന്ന ചിത്രമാണ്. ഇതിനു പുറമെ വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച ശേഷം എത്തുന്ന ഗോട്ട്, അജിത്തിന്റെ വിടാമുയർച്ചി, രജനീകാന്ത് നായകനായി എത്തുന്ന വേട്ടയാൻ എന്നിവയാണ് ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പുള്ള തമിഴ് ചിത്രങ്ങൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിജയ് ചിത്രങ്ങൾ തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. തമിഴിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ആദ്യ 20 എണ്ണത്തിൽ 6 ചിത്രങ്ങൾ വിജയുടേതാണ്. കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിലും 2 ചിത്രങ്ങൾ കൂടി കഴിഞ്ഞാൽ താൻ അഭിനയം പൂർണ്ണമായും നിർത്തുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരാധകർക്കൊപ്പം തമിഴ് തിയേറ്റർ ഉടമകളും ഈ പ്രഖ്യാപനം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. വിജയ് മാറി നിൽക്കുന്നതോടെ ബോക്സ് ഓഫീസിൽ വിജയമുറപ്പായ മറ്റൊരു താരം നിലവിൽ തമിഴിലില്ല എന്നതാണ് സത്യം. വിജയുടെ ബോക്സ് ഓഫീസ് എതിരാളികളായ അജിത്തിന്റെ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച വിജയം സമീപകാലത്ത് നേടിയിട്ടില്ല. സാക്ഷാൽ രജനീകാന്തിന്റെ അണ്ണാത്തെ അടക്കമുള്ള ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകരുന്നത് പ്രേക്ഷകർ ഞെട്ടലോടെയാണ് കണ്ടത്. 2024 തമിഴ് സിനിമയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച തമിഴ് ബോക്സ് ഓഫീസിന്റെ രക്ഷകനായി ആര് എത്തുമെന്നത് കാത്തിരുന്നു കാണേണ്ട കാഴ്ചയാണ്.